യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. തിങ്കൾ കലപാടി ഗ്ലോറിയ. പിതാവെ, ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്ത് പോയ സമയത്ത് ഏതെങ്കിലുമൊക്കെ നല്ല ക്രിസ്മസ് ഓർമ്മകൾ പിതാവിന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ 1979 ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയത്. റോമിൽ ചെന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് റോമിൻ്റെ വടക്ക് കിഴക്കുള്ള വിച്ചൻസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെയുള്ള ഒരു പള്ളിയിലേക്കാണ് ഞാൻ പോയത്. ഒരു നല്ല വികാരിച്ചൻ അവിടെ ഉണ്ടായിരുന്നു. എന്നെ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടെ സ്വീകരിച്ചു. ക്രിസ്മസിൻ്റെ തലേ ദിവസം ഒത്തിരി പേര് കുമ്പസാരിക്കാനായിട്ട് വന്നു. കുമ്പസാരമെല്ലാം കേട്ടു. പാതിരാ കുർബാനയുടെ സമയമായിട്ടും ആളുകൾ കുമ്പസാരിക്കാൻ വന്നിരുന്നത് കൊണ്ട് അച്ഛൻ എന്നോട് തുറന്നും കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ കുമ്പസാരിപ്പിച്ചു. പ്രസംഗത്തിൻ്റെ സമയമായി ആയപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരുന്നൊരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗം ഞാൻ പറഞ്ഞു. ആളുകൾക്കത് ഇഷ്ടമായി എന്ന് ആളുകൾ പറഞ്ഞു. അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ അവർ പറഞ്ഞു. വളരെ സന്തോഷമായി. പക്ഷെ വളരെ തണുപ്പായിരുന്നു. -12 ഡിഗ്രി തണുപ്പായിരുന്നു. തണുത്ത് മരവിക്കുകയായിരുന്നു കുമ്പസാരക്കൂട്ടിലൊക്കെ ഇരുന്നുകൊണ്ട്. ഒരു കൂടെ കൊണ്ടുവന്ന് ചൂട് കാപ്പിയൊക്കെ തന്നുകൊണ്ടിരുന്നു. എന്നാൽ പോലും നല്ല തണുപ്പായിരുന്നു. അവിടെ ഈ ഇലക്ട്രിക് ഹീറ്റർ മാത്രമാണ് അവിടെ ഒരല്പം ചൂട് കിട്ടാൻ വേണ്ടി വെച്ചിരുന്നത്. ഇനി ക്രിസ്മസ് പാതിരാ കുർബാന കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും എല്ലാവരും തന്നെ വന്നിരുന്നുള്ളതാണ്. അക്കാര്യത്തിൽ അവർക്ക് വളരെ താല്പര്യം തീക്ഷ്ണതയായിരുന്നു. ഒരു പരസ്പരം ആലിംഗനം ചെയ്ത് ക്രിസ്മസ് മംഗളങ്ങളൊക്കെ നേർന്നു. ചിലരൊക്കെ വികാരിച്ചന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടു. വികാരിച്ചൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ രാത്രിക്ക് പാതിരാ കുർബാന കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ഒരു കുർബാന ഉണ്ടായിരുന്നു. അത് എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ കുർബാന ചൊല്ലി. കാപ്പിയെ കുടിച്ചതിന് ശേഷം വികാരിച്ചൻ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളെല്ലാമായിട്ട് ഈ പ്രായം ചെന്നവർ മാത്രം താമസിക്കുന്ന വീടുകളിലേക്കൊക്കെ പോയി എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു. ഇവിടെ ഒരു വൃദ്ധമന്ദിരം ഉണ്ടായിരുന്നു. ആ വൃദ്ധമന്ദിരത്തിലും പോയി ആളുകളെ കണ്ട് ക്രിസ്മസ് മംഗളങ്ങളൊക്കെ നേർന്നു. ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കൊണ്ടുപോയി. ഒരു സാധാരണ വീട്, നല്ലൊരു വീട്, നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഹൃദ്യമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് അല്പസമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം ആ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി എന്നെ കാണിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അവിടെ കുറച്ച് അകലെയായിട്ടാണ് നമ്മുടെ വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ ജനനസ്ഥലം സോത്തയിൽ മോന്തെ. അവിടം വരെയും പോകാനായിട്ട് സാധിച്ചില്ല, സമയമില്ലായിരുന്നു. എന്നാലും കാണാൻ സാധിക്കുന്ന എല്ലാ നല്ല കാഴ്ചകളും അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതിനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു. എന്നിട്ട് അത്താഴം സമയത്ത് വളരെ സമയമെടുത്താണ് അവർ അത്താഴം കഴിക്കുന്നത്. അത്താഴത്തിൻ്റെ സമയത്തും ആ വീട്ടിലും ഈ ഹീറ്റിങ്ങൊന്നുമില്ല. നല്ല തണുപ്പാണ്. -12 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കും. രാത്രിയായിട്ട് കിടക്കാൻ പോയിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ചുണ്ടൊക്കെ കൂടി അടിക്കുക. ഈ നല്ല തണുപ്പ്. എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അച്ഛൻ്റെ അമ്മ എനിക്ക് അവരുടെ ആ അടുക്കളയിൽ കിച്ചണിൽ അവരപ്പോഴും ഈ വിറക് കൊണ്ടാണ് കത്തിക്കുന്നത്. അവിടെ അതുകൊണ്ട് ചൂടുണ്ടായിരുന്നു. അവിടെ ഒരു കട്ടിലിട്ട് തന്നിട്ട് എന്നെ അവിടെ കിടത്തി. എന്നിട്ട് ഈ തലയ്ക്ക് കൊണ്ടുവന്ന് ഈ ഇഷ്ടിക ചൂടാക്കി ഇഷ്ടിക വെച്ച് തന്നു. കാൽപാദത്തിൻ്റെ അടുത്തും ഇഷ്ടിക വെച്ച് തന്നു. അത് വെച്ച് തന്നപ്പോൾ ആശ്വാസമായി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചൂട് ഏൽക്കുന്നത് കൊണ്ട് ഈ തണുപ്പ് അങ്ങോട്ട് അത്ര അധികം നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല കമ്പിളിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കിടന്ന് ഉറങ്ങി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ റോമിലെ അല്ലെങ്കിൽ ഇറ്റലിയിലെ ആദ്യത്തെ ക്രിസ്മസ് അനുഭവം അതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ റോമിലേക്ക് തിരികെ പോന്നു.
പിറ്റേ വർഷം 1980 എനിക്ക് ഈ ഹോളി ലാൻഡ് സന്ദർശിക്കാൻ, വിശുദ്ധ നാട് സന്ദർശിക്കാനൊരു അവസരം കിട്ടി. അതും ഈ ക്രിസ്മസ് കാലത്ത് ഹോളി ലാൻഡ് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഞങ്ങൾ 24-ന് മറ്റ് സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചതിന് ശേഷം 24-ാം തീയതി തന്നെ ഈ ബത്ലഹേമിലെത്തി. ആദ്യം ഞങ്ങൾ രാത്രി പോയത് ഈ ആട്ടിടയന്മാരുടെ വയലെന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്തേക്കാണ്. അവിടെ രാത്രി ചിലവഴിച്ചിരുന്ന ആട്ടിടയന്മാർക്കാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ വാർത്ത, ഈ ജനന വാർത്ത അറിയിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും നമുക്ക് ആട്ടിടയന്മാരെ കാണാൻ സാധിക്കും. ആടുകളെ സംരക്ഷിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആട്ടിടയന്മാരെ കാണാനായിട്ട് സാധിക്കും. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അവിടെ ഒരു പള്ളി സ്ഥാപിതമായിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ വയലുകളൊക്കെ പഴയതുപോലെ തന്നെ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞ് അന്ന് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത്, കൃത്യം ആ സമയത്ത്, ആ പാതിരാത്രി സമയത്ത് അവിടെ ചെല്ലാനും അവിടെ കുറച്ച് സമയം ചിലവഴിക്കാനും സാധിച്ചത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതായത് ആട്ടിടയന്മാരെ ദൈവദൂതൻ ഈ ജനന വാർത്ത, ദിവ്യ ശിശുവിൻ്റെ ജനന വാർത്ത അറിയിച്ചുകൊണ്ട് മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അതുപോലെ തന്നെ ദൈവദൂതന്മാരെ അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നുള്ള ആദ്യത്തെ ക്രിസ്മസ് ഗാനം ആലപിച്ച ആ സ്ഥലം അവിടെ ആയിരിക്കുമ്പോഴത്തേക്കും എന്തുമാത്രം ദൈവത്തിൻ്റെ ആ സ്നേഹത്തെപ്പറ്റിയും ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെപ്പറ്റിയുമൊക്കെ ഓർമ്മിച്ച് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുക. അതിനുശേഷം ഞങ്ങൾ തിരുപ്പിറവിയുടെ ദേവാലയത്തിലേക്കാണ് പോയത്, ദ ചർച്ച് ഓഫ് ദ നാറ്റിവിറ്റി. അവിടെയാണ് ഈശോ ജനിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു വലിയ ദേവാലയമാണ്. ആ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഉയരം 4.5 അടിയാണ്. അതുകൊണ്ട് വളരെ കുനിഞ്ഞ് മാത്രമേ ആ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും വളരെ വലിയൊരു ക്യൂവാണ് ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട്. ദേവാലയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാണുന്നത് വലിയൊരു നക്ഷത്രമാണ്. തറയിൽ വെളുത്ത മാർബിൾ പതിച്ചിരിക്കുന്ന ഒരു വലിയ നക്ഷത്രം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ കന്യകാമറിയത്തിൽ നിന്ന് ഈശോ ജാതനായി എന്ന്. അപ്പോൾ എല്ലാവരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരെല്ലാവരും ആ സ്ഥലത്ത്, അതായത് ഈശോ ജനിച്ച ആ സ്ഥലത്ത് 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്ര മുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വളരെയേറെ പേരെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ഞാനും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷേ അധിക സമയം അവിടെ മുട്ടുകുത്തി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ളവർ വന്ന് നമ്മളെ പറഞ്ഞ് എഴുന്നേറ്റ് മാറിക്കൊടുക്കാൻ പറയും. കാരണം അതിന് മാത്രം ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. പക്ഷേ ദേവാലയത്തിലിരുന്ന് കുറച്ച് സമയം സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. എന്നിട്ട് പോലും കുറച്ച് സമയം അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. തിരുപ്പിറവി എന്ന മഹാസംഭവത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം, ആ സംഭവത്തിൻ്റെ മഹാത്മ്യം, പിതാവായ ദൈവം നമ്മോട് കാണിച്ച ആ കാരുണ്യം, സ്നേഹം, ഇതേപ്പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഞാനതിനെ കണ്ടു. പിന്നെ അവിടെ തൊട്ടടുത്താണ് വിശുദ്ധ ജെറോമിൻ്റെ കപ്പേള. വിശുദ്ധ ജെറോം ആ കപ്പേളയിൽ ഇരുന്നുകൊണ്ട് ദീർഘസമയം മനുഷ്യാവതാര രഹസ്യത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ധ്യാനിച്ച ഒരവസരത്തിലാണ് ഉണ്ണീശോ വിശുദ്ധ ജെറോമിനെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വിശുദ്ധ ജെറോം ഉണ്ണീശോയോട് ചോദിച്ചുവെന്നാണ് പറയുന്നത്, ഈ വലിയ സ്നേഹത്തിന് എന്ത് പ്രതിസമ്മാനമാണ് ഞാൻ തരേണ്ടത്? ഉണ്ണീശോ, നീ എനിക്ക് എൻ്റെ പാപങ്ങൾ തരിക എന്ന് ഉണ്ണീശോ പറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. കപ്പേളയുമെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അതായിരുന്നു വിശുദ്ധ നാട്ടിൽ ക്രിസ്മസ് ദിനത്തിൽ ചിലവഴിച്ച ക്രിസ്മസ് ദിനത്തിൻ്റെ ഓർമ്മ. എറണാകുളത്ത് അതുപോലെ തന്നെ പാലക്കാടും ചാർജ് എടുത്തതിന് ശേഷമുള്ള പിതാവിൻ്റെ നല്ല ക്രിസ്മസ് സ്മരണകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാമോ? ഞാൻ 1992 നവംബർ മാസം 28-ാം തീയതിയാണ് മെത്രാനായി അഭിഷിക്തനായത്. 28 വർഷം പൂർത്തിയായി. മെത്രാനായി അഭിഷിക്തനായ ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുള്ള ഒരവസരമായിരുന്നു. ഒത്തിരിയേറെ പേര് ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നതിന് വേണ്ടി വന്നു. അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായ
പ്രതിനിധികളും ഇടവക പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അവരെല്ലാവരെയും സ്വീകരിക്കുക, അവരോടുകൂടെ കുറച്ച് സമയം ചിലവഴിക്കുക വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. പക്ഷേ അതേസമയം തന്നെ വളരെ ടൈറ്റായിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ അന്ന് ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ആർച്ച് ബിഷപ്പും ഞാനും മറ്റച്ഛന്മാരും എല്ലാവരും കൂടി വരാപ്പുഴ അരമനയിൽ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയി അവിടെയുള്ള ആർച്ച് ബിഷപ്പിനും അവിടെയുള്ള അച്ഛന്മാർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നൊരു പതിവുണ്ട്. ഒന്നുകിൽ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം. ഞങ്ങൾ തലേ ദിവസം പോയാൽ അവർ പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്ന് ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കും. അത് ദീർഘനാളായിട്ടുള്ള ഒരു പതിവാണ്. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം. ക്രിസ്മസ് മംഗളങ്ങൾ കൈമാറുക, സൗഹൃദം പുതുക്കുക, അതിനുള്ള ഒരവസരമായിട്ട് എല്ലാവരും അതിനെ ഇപ്പോഴും കാണുന്നുണ്ട്. അന്ന് രാത്രി ആദ്യത്തെ ആ ക്രിസ്മസ് രാത്രി ഞാനാണ് വിശുദ്ധ കുർബാന പാതിരാ കുർബാന അർപ്പിച്ചത്. കുർബാനയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്ന ആ ഒരു പതിവ് എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും ഉണ്ടായിരുന്നു. നല്ല ഒരു ക്രിസ്മസ് ആഘോഷം ആ 4 വർഷങ്ങളിൽ ഞാനവിടെ സഹായമെത്രാനായിരുന്ന അവസരത്തിൽ 4 വർഷങ്ങളിലും ഉണ്ടായിരുന്നു. 1997 ഞാൻ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് പാലക്കാട് രൂപതയുടെ മെത്രാനായി ഞാൻ ചുമതല ഏറ്റെടുത്തത്. ഏറ്റെടുത്തിട്ട് 24 വർഷമാകാൻ പോവുകയാണ്. 23 വർഷം കഴിഞ്ഞു. 23 വർഷം പാലക്കാടുള്ള കത്തീഡ്രലിൽ ക്രിസ്മസ് കുർബാന പാതിരാത്രിയിലുള്ള കുർബാന ഞാൻ അർപ്പിച്ചു. ഇപ്രാവശ്യം 24-ാമത്തെ വർഷമാണ്. മുടങ്ങാതെ കത്തീഡ്രൽ ദേവാലയത്തിൽ തന്നെ കത്തീഡ്രലിലെ ഇടവക സമൂഹത്തോട് ചേർന്ന് ക്രിസ്മസ് കുർബാന പാതിരാ കുർബാന അർപ്പിക്കുന്നു. പിന്നെ പാലക്കാട് ഞാൻ താമസിക്കുന്ന വെണ്ണക്കര ബിഷപ്സ് ഹൗസ് വെണ്ണക്കരയാണ്. അവിടെ തൊട്ടടുത്തായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഓഫീസുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് അവർ കുറേ കാലങ്ങളായിട്ട് ക്രിസ്മസിന് വളരെ മനോഹരമായിട്ടൊരു ക്രിബുണ്ടാക്കും. രൂപങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കും. അവരും ക്രിസ്മസ് രാത്രി മുതൽ ജാനുവരി മാസം 6-ാം തീയതി വരെ ആ ക്രിബ് അവിടെ സൂക്ഷിക്കും. വളരെ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ട ക്രിബ്, ദീപാലങ്കാരങ്ങളോടുകൂടിയ ആ ക്രിബ് അവിടെ ഉണ്ടാകും. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ക്രിബ് ഒരുക്കിയപ്പോൾ ഞാൻ പോയി കണ്ടു, അവരെ അഭിനന്ദിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, ക്രിസ്മസ് ക്രിബ് ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാകാം ചിലരൊക്കെ വന്ന് അതിൻ്റെ അകത്തുള്ള രൂപങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈശോയുടെ രൂപം എടുത്തുകൊണ്ട് പോയവരുണ്ട്, നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുപോയതായിരിക്കാം. അതുകൊണ്ട് എല്ലാ രൂപങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴില്ല എന്നവർ പറഞ്ഞു. ഞാൻ അവർക്ക് ഒരു സെറ്റ് രൂപങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. വളരെ സന്തോഷമായി അവർക്ക്. അപ്പോൾ അവർ പോലും ക്രിസ്മസ് ഇപ്രകാരം ആഘോഷിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യം എടുത്തതായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ ഞാൻ വന്ന വർഷത്തിൽ പാലക്കാടേക്ക് ഞാൻ വന്ന അവസരത്തിൽ ഈ ക്രൈസ്തവരുടെ വീടുകളുടെ മുൻപിൽ മാത്രമല്ല മറ്റ് മതസ്ഥരുടെ വീടുകളുടെ മുമ്പിലും നക്ഷത്ര വിളക്ക് ഉയർത്തുമായിരുന്നു. അത് കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആദ്യകാലങ്ങളിൽ എല്ലാ സ്ഥലത്തും അത് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ വീടുകളുടെ മുമ്പിലും നക്ഷത്ര വിളക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ഈ മത തീവ്രവാദമൊക്കെ വർദ്ധിച്ചത് കൊണ്ടായിരിക്കാം. ആ പഴയ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റം വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നക്ഷത്രങ്ങൾ വീടുകളിൽ തൂക്കുന്ന. ക്രൈസ്തവർ തൂക്കും, ക്രൈസ്തവരുടെ വീടുകളുടെ മുമ്പിൽ നക്ഷത്ര വിളക്കുണ്ടാകും. പക്ഷേ മറ്റ് മതസ്ഥരുടെ ചിലരുടെ വീടുകളുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ അന്നുണ്ടായിരുന്നത് പോലുള്ള ഒരു സ്ഥിതി അല്ല ഇപ്പോൾ. അന്ന് മിക്കവരുടെയും വീടുകളിലേക്ക് നക്ഷത്രം കാണാൻ സാധിക്കുമായിരുന്നു. ആ സ്ഥിതിക്ക് ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്. മതസൗഹാർദ്ദമൊക്കെ കൂടുതൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ പഴയ സൗഹാർദ്ദവും സഹവർത്തിത്വവുമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മൾ ആ മഹാസംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ ഇതുമാത്രം നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എത്ര വലുതായിരുന്നു. അതുപോലെ തന്നെ പുത്രനായ ഈശോ എത്രമാത്രം നമുക്ക് വേണ്ടി സ്വയം ശൂന്യനാക്കി കാലിത്തൊഴുത്തിൽ പിറന്നു. ഇതെല്ലാം ചില മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഉദാഹരണത്തിന് കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്നുള്ള മനോഹരമായ ഗാനം. അതുപോലുള്ള ഗാനങ്ങളിലൂടെ ഒരുപക്ഷെ നമുക്കത് പാടി
കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവന് കരുണ നിറഞ്ഞവന്. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയായി ആരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. പിതാവേ, ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഈ അവസരത്തിൽ പിതാവിന് ശാലോം പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? അത് കേൾക്കാൻ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷമുണ്ട്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജാതനായിരിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം അതായിരുന്നു. ഒരു ദൈവദൂതനാണ് ഈ സന്ദേശം നൽകിയത്. ഈ സന്ദേശം ആ ദൈവദൂതൻ നൽകിയത് ആട്ടിടയന്മാർക്കായിരുന്നു. ഉടൻ തന്നെ ഒരു വലിയൊരു വ്യൂഹം മാലാഖമാർ ആ ദൈവദൂതനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ മഹാസംഭവത്തിൻ്റെ ഓർമ്മ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് നാം എല്ലാവരും പുതുക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും, വളരെ പ്രത്യേകിച്ച് ഷാലോം ടി വിയുടെ പ്രേക്ഷകരായ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. പുൽക്കൂട്ടിൽ ജാതനായ യേശു തൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പുതുക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ ഓർമ്മയാണ്. അതേപ്പറ്റി യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം സ്നേഹമാകുന്നു. തൻ്റെ ഏകജാതൻ വഴി എല്ലാവർക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം അവനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ വഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ പ്രത്യക്ഷമായിരിക്കുന്നു. യേശുവിൻ്റെ ജനനം വഴി നമ്മുടെ ഇടയിൽ പ്രത്യക്ഷമായത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ്, വെളിപ്പെടുത്തലാണ് തിരുപ്പിറവിയിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതേപ്പറ്റി യോഹന്നാൻ ശ്ലീഹാ തന്നെ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം: അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്രമാത്രം അഗാധമായിരുന്നു. അതേപ്പറ്റിയാണ് ആ വചനം
നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. ഇതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല. ഇതിനേക്കാൾ വലിയ ഒരു സമ്മാനം നമുക്ക് നൽകുവാനും ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ തൻ്റെ മനുഷ്യാവതാരം വഴിയായിട്ട് നമുക്ക് വേണ്ടി എത്രമാത്രം തന്നെ ശൂന്യവൽക്കരിക്കാമോ അത്രമാത്രം ശൂന്യവൽക്കരിച്ചു. അത്രമാത്രം ചെറുതായി. ഫിലിപ്പിയർക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ 6ഉം 7ഉം തുടങ്ങി തിരുവചനങ്ങളിൽ അതേപ്പറ്റി നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നവൻ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിലായി പുത്രനായ ദൈവം തന്നെ ശൂന്യനാക്കി. ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണമാണ് മനുഷ്യാവതാരത്തിൽ നമ്മൾ ദർശിക്കുന്നത്. ഇതിനേക്കാൾ ശൂന്യവൽക്കരിക്കുക, സ്വയം ശൂന്യവൽക്കരിക്കുക പുത്രനായ ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല. ആ ശൂന്യവൽക്കരണം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് കാൽവരിയിലെ കുരിശിലാണ്. ദൈവം സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. സ്നേഹം തന്നെയായ ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്ര വലിയ പാപികളായിരുന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എത്രമാത്രം അവിശ്വസ്തത ദൈവത്തോട് നമ്മൾ കാണിച്ചാലും ദൈവം നമ്മെ സ്നേഹിക്കും. എത്രമാത്രം തിന്മ നമ്മൾ പ്രവർത്തിച്ചാലും ദൈവം നമ്മെ സ്നേഹിക്കും. സ്നേഹിക്കാതിരിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. കാരണം ദൈവം സ്വഭാവത്താലേ സ്നേഹമാണ്. ഈ അടുത്ത കാലത്ത് വൈദികർക്ക് വിതരണം ചെയ്യപ്പെട്ട ഇൻ സെനോ ജേസു, യേശുവിൻ്റെ മടിത്തട്ടിൽ എന്ന് പേരുള്ള ഒരു പുസ്തകമുണ്ട്. ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയുമായി കർത്താവ് നടത്തുന്ന സംഭാഷണങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. 2008 മെയ് മാസം 1-ാം തീയതി കർത്താവ് ഈ ബെനഡിക്റ്റൈൻ സന്യാസിയോട് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്നിലുള്ള എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, നീ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹമായതുകൊണ്ടാണ്, ഞാൻ സ്നേഹം മാത്രമായതുകൊണ്ടാണ്. ഈശോ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നത് അവിടുന്ന് സ്നേഹമായതുകൊണ്ടാണ്. സ്നേഹിക്കാതിരിക്കാൻ അവിടത്തേക്ക് സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം തന്നെ സ്നേഹമാണ്. പിതാവായ ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അവതാരമാണ് ഈശോ. ഈശോ തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ പ്രബോധനങ്ങളും വഴി, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ വഴി, അതിൽ ചെയ്ത ഉപമകൾ വഴി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് അവിടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ സ്നേഹത്തിന് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കാൻ കരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ രക്ഷയ്ക്കെത്താൻ ആ സ്നേഹത്തിന് കാലുകളുണ്ടായിരുന്നു. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണീരും കാണുവാൻ ആ സ്നേഹത്തിന് കണ്ണുകളുണ്ടായിരുന്നു. നമ്മുടെ തേങ്ങലും നെടുവീർപ്പും കേൾക്കാൻ ആ സ്നേഹത്തിന് കാതുകളുണ്ടായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ നമുക്ക് അനുഭവവേദ്യമായി. യേശു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അവതാരമായിരുന്നു. ആ കാരുണ്യത്തിൻ്റെ അവതാരമായിരുന്ന യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഈ ഓർമ്മ പുതുക്കൽ വഴിയായിട്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമായിട്ട് മാറാൻ സാധിക്കണം. നമുക്കെല്ലാവർക്കും അത് സാധിക്കും. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കാരുണ്യം ഇന്നത്തെ ജനത്തിന് നമ്മിലൂടെ അനുഭവവേദ്യമാകണം. ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷമാണ് യേശു ജീവിക്കുന്നു എന്നുള്ള പേരിൽ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറക്കിയത്. യേശു ജീവിക്കുന്നുണ്ട്. ഇന്നും ജീവിക്കുന്ന യേശുവിനെ നമ്മിലൂടെയാണ് ജനത്തിന് കാണാൻ സാധിക്കേണ്ടത്. അവർക്കത് സാധിക്കും. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അവതാരമാവുകയാണെങ്കിൽ, യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ അവതാരമാവുകയാണെങ്കിൽ, അതാണ് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട്
നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതായ സന്ദേശം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രത്തേലി തൂത്തി എന്ന പേരിൽ ഒരു ചാക്രിക ലേഖനം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്, സഹോദരരാണ് എന്നുള്ള സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത്. ആ ചാക്രിക ലേഖനത്തിൻ്റെ 2ാമത്തെ അധ്യായത്തിൽ നല്ല സമറിയാക്കാരനെ പറ്റിയാണ് മാർപ്പാപ്പ പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പ്രതിപാദന മധ്യേ നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നല്ല സമറിയാക്കാരനായിട്ട് മാറണമെന്ന്. നല്ല സമറിയാക്കാരൻ അവനെക്കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി സ്നേഹിച്ചവനാണ്, പരമാവധി കാരുണ്യം കാണിച്ചവനാണ്. അതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും പരമാവധി സ്നേഹം, പരമാവധി കാരുണ്യം, പരമാവധി അനുകമ്പ കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് നല്ല സമറിയാക്കാരന്മാരായിട്ട് മാറാനായിട്ട് സാധിക്കും, നല്ല സമറിയാക്കാരികളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കെല്ലാവർക്കുമുള്ള മാതൃക യേശുവാണ്. നമ്മെ പരമാവധി സ്നേഹിക്കാൻ സാധിക്കുമായിരുന്നതിൻ്റെ പരമാവധി നമ്മെ സ്നേഹിച്ച, പരമാവധി കാരുണ്യം കാണിച്ച യേശുവിൻ്റെ മാതൃക നമ്മളെല്ലാവരും അനുകരിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുക. അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും കരുണ കാണിക്കുന്ന യേശുവിനെ ഇന്നത്തെ സമൂഹത്തിൽ ദൃശ്യമാക്കി കൊടുക്കുവാൻ, ദീർഘിപ്പിച്ച് കൊടുക്കുവാൻ പരിശ്രമിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതിനുള്ള പ്രചോദനം ഈ ക്രിസ്മസ് ആഘോഷത്തിലൂടെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് ഷാലോം TV-യുടെ പ്രേക്ഷകരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. ഉണ്ണീശോ നിങ്ങൾക്കെല്ലാവർക്കും തൻ്റെ സമാധാനവും സന്തോഷവും സമർത്ഥമായിട്ട് നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Merry, Merry, Merry Christmas. Oh, 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 happy, happy, happy Christmas. Ah, 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 Merry, Merry, Merry Christmas. Oh, 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 happy, happy, happy Christmas. Ah, 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 മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ, മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ, ബെത്ലഹേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ വന്ദനമരുളാൻ പിറന്നു. ബെത്ലഹേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ വന്ദനമരുളാൻ പിറന്നു. മേരി 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 ക്രിസ്മസ്. ഓ ഓ ഓ ഹാപ്പി 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 ക്രിസ്മസ്. ആ ആ ആ മേരി 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 ക്രിസ്മസ്. ഓ ഓ ഓ ഹാപ്പി 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 ക്രിസ്മസ്.